ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ക്ലിനിക്കൽ സൂപ്പർ കിങ്സ്. ഇതുപോലൊരു പ്രകടനമാണ് ഓരോ CSK ആരാധകനും ആഗ്രഹിച്ചിരുന്നത്. ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 83 റൺസുകൾക്കാണ് CSK ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CSKയോടുള്ള ഈ പരാജയം. അതായത് അവർക്ക് ആ ഒരു ടോപ്പ് സ്പോട്ട് സിമെന്റ് ചെയ്യാനായിട്ട് 2 അവസരങ്ങളുണ്ടായിരുന്നു. ആ 2 മത്സരങ്ങളിലും ഒരു വലിയ തോൽവി, ആ ഒരു മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ തോൽവികളാണ് അവർ നേരിട്ടത്. LSGക്കെതിരെ 33 റൺസിനാണ് അവർ തോറ്റതെങ്കിൽ CSKക്കെതിരെ ആ ഒരു മാർജിൻ എന്ന് പറയുന്നത് 83 റൺസായി. അതായത് ഒരു ടീമിന്റെ കോൺഫിഡൻസ്, ആ ഒരു മൊറാൽ ഡെൻറ്റ് ചെയ്യുന്ന 2 പരാജയങ്ങളാണത്. പ്രത്യേകിച്ച് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ. അതുപോലെ തന്നെ അവരുടെ ഒരു കീ പ്ലെയർ ബട്ട്ലറിനെ നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. ഇനി അങ്ങോട്ട് അത് എങ്ങനെ അവർ ഓവർകം ചെയ്യുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ CSK ക്യാപ്റ്റൻ MS ധോണി ബാറ്റിംഗ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ സീസണിൽ അഹമ്മദാബാദിൽ നടന്ന 6 മത്സരങ്ങളിൽ 5-ലും ആദ്യം ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചതെന്ന കാര്യം നമ്മൾ ആ ഒരു പ്രിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ CSKയും അതേ ഒരു വഴി തന്നെയാണ് പിന്തുടർന്നത്. ഇപ്പോൾ CSK സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് പെർഫോമൻസ് ആണ്. അതായത് ഈ സീസണിൽ അവർ ഇതേവരെ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ആ ഒരു പെർഫെക്റ്റ് ഒരു ക്ലിനിക്കൽ പെർഫോമൻസ്. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ക്ലിനിക്കൽ സൂപ്പർ കിങ്സ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഗെയിമിന്റെ എല്ലാ മേഖലകളിലും സർവാധിപത്യം പുലർത്തിക്കൊണ്ടാണ് അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ ഒരു ടൈറ്റിൽ കണ്ടന്റർ ആയിട്ടുള്ള ഒരു ടീമിനെ തോൽപ്പിച്ചത്. എന്നെ സംബന്ധിച്ച് ഈ വിജയമാണ് അവർക്ക് ആ ഒരു അടുത്ത സീസണിലേക്കുള്ള ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത സീസണിൽ നമ്മൾ കാണാൻ പോകുന്നതിന്റെ ഒരു കർട്ടൻ റൈസർ പോലെയാണ് ഇന്നലത്തെ മത്സരം എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഞാൻ തുടക്കം തൊട്ടേ ഇപ്പോൾ CSK ഞാൻ ഒരുപാട് വീഡിയോകളിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ തുടക്കത്തിലെ സീസണിന്റെ ഒരു ആദ്യത്തെ 4-5 മത്സരം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഒരു റിവ്യൂ വീഡിയോയിൽ, ഒരു മാച്ച് റിവ്യൂ വീഡിയോയിൽ ഞാൻ CSKയുടെ ഇങ്ങനത്തെ ഒരു ഷോർട്ട് കമ്മിങ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, CSK ആരെയും കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട, CSK വിചാരിച്ചു കഴിഞ്ഞാൽ കപ്പെടുത്തുകൊണ്ടേ പോകുന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരത്തിലെ ആ ഒരു പെർഫോമൻസും ആദ്യത്തെ മത്സരങ്ങളിലെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ പറഞ്ഞതിന്റെ ആ ഒരു ഇത് മനസ്സിലാവും. അതായത് ഇപ്പോൾ പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും അവർക്കൊരു ഇന്റന്റ് ഇല്ലായിരുന്നു. അതായത് അടിക്കണം, ഒരു നല്ല സ്കോർ നേടണം, അല്ലെങ്കിൽ ഒരു വലിയ സ്കോറാണ് ചേസിങ്, ആ സ്കോർ ചേസ് ചെയ്യണം എന്നുള്ളൊരു ഇന്റന്റ് ഇല്ലാതെ, ഒരു അറ്റാക്കിങ് മൈൻഡ് സെറ്റ് ഇല്ലാതെയാണ് അവർ കളിച്ചത്. അത് തന്നെയാണ് അവരുടെ ഒരു പരാജയത്തിനുള്ള പ്രധാന കാരണം. ഇപ്പോൾ നമ്മൾ ആ സമയം പറഞ്ഞിരുന്നു അവരുടെ ടീമിലുള്ളത് ശിവം ദുബെ മാത്രമാണ് ഒരു പവർ ഹിറ്റർ എന്ന് വിശേഷിപ്പിക്കാനാവുന്നത്. അതിൽ ദുബൈയും ഫോം ഔട്ട് ആയിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരം നോക്കൂ, അവർക്ക് ഈ ഒരു റീപ്ലേസ്മെന്റ് വന്നത് ആയുഷ് മാത്രേ. ആ പവർ പ്ലേയിൽ അവർക്ക് ഇന്റന്റ് ഇല്ല എന്നൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞു. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉർവിൽ പട്ടേൽ, ഡെവാൾ ബ്രേവിസ്. ഇപ്പൊ ബ്രേവിസിന്റെ ഒരു എക്സലന്റ് ഇന്നിങ്സ് ആണ്. ബ്രേവിസ് പിന്നീട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു ഇന്നിങ്സ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇന്നലെ CSK കവർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 230 എന്നൊരു നല്ല സ്കോർ CSKക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞതും പിന്നീട് അത് സക്സസ്ഫുൾ ആയി ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞതും. അപ്പോൾ നമ്മൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ ടീമിൽ കാണും. അതായത് ഗെയ്ക്വാദ് തിരിച്ചു വരും, ആയുഷ് മാത്രേ ഉണ്ടാവും, ഉർവിൽ പട്ടേൽ ഉണ്ടാവും, ബ്രേവിസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവർ ശക്തമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അടുത്ത സീസണിൽ നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് ഡീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് ആ ഫേസസ് വെച്ചിട്ട് ഇന്ന ഫേസിൽ ആണ് ഈ മത്സരം തിരിഞ്ഞത് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ നടന്ന മത്സരത്തിൽ ആ ഒരു മിഡിൽ ഫേസിൽ മാത്രമാണ് ഗുജറാത്ത് ടൈറ്റൻസിന് അല്പമെങ്കിലും ആ ഒരു CSK ആയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പവർ പ്ലേ ഫേസിൽ അവർ സ്കോർ ചെയ്ത് 68 റൺസാണ് CSK. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ആയുഷ് മാത്രയുടെ ഒരു എക്സെപ്ഷണൽ ബ്ലിറ്റ്സ് ആണ്. 17 പന്തിൽ 34 റൺസാണ് എടുത്തത്. നമ്മുടെ ഡെവൻ കോൺവേ ഒരു ആങ്കർ റോളാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ഉർവിൽ പട്ടേൽ 19 പന്തിൽ 37. അതുപോലെ തന്നെ ശിവം ദുബെ ഒരു ക്യുക്ക് കമ്മിയോ ആയിരുന്നു, 8 പന്തിൽ 17. പിന്നീട് വന്ന ഡിവാൾ ബ്രേവിസ് 23 പന്തിൽ 57. ആ ഒരു മിഡിൽ ഫേസിൽ ഇവർ എടുത്ത സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 റൺസാണ്. ഒരു 10.55 റൺ റേറ്റിൽ കളിക്കാൻ CSKക്കായി അവിടെ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ഡെവാൾ ബ്രേവിസ് ആണ്. നമ്മുടെ കോൺവേ 35 പന്തിൽ 52, ഞാൻ പറഞ്ഞല്ലോ ഒരു ആങ്കർ റോളാണ് ചെയ്തത്. പിന്നീട് ജഡേജ 18 പന്തിൽ 21, ഒരു റണ്ണേ ബോൾ, ജസ്റ്റ് എബോ റണ്ണേ ബോൾ മാത്രമാണ് കളിച്ചത്. കൂടുതലും ഒരു ഡെവാൾ ബ്രേവിസിന് ഒരു സപ്പോർട്ടിങ് റോള് ചെയ്യുകയാണ് ജഡേജ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ 67 റൺസ് എടുത്തു. ഒരു 13.4 എന്നൊരു റൺ റേറ്റിലാണ് ഇവർ പോയത് നമ്മുടെ CSK. ഇനി GTയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രസിദ്ധ് കൃഷ്ണയാണ് പിക്ക് ഓഫ് ദി ബോളേഴ്സ്. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. അതായത് ആ ഒരു ടീം 230 അടിച്ച മത്സരത്തിൽ 4 ഓവറിൽ 22 റൺസ് മാത്രമാണെങ്കിൽ 2 വിക്കറ്റ് എടുക്കാൻ പ്രസിദ്ധിന് കഴിഞ്ഞു. ബാക്കിയുള്ള ബൗളേഴ്സ് എല്ലാം എക്സ്പെൻസീവ് ആയപ്പോഴും ഒരു 5.5 മാത്രമാണ് പ്രസിദ്ധിന്റെ ഇക്കോണമി. ബ്രില്യൻ സീസൺ ആണ്. പർപ്പിൾ ക്യാപ്പും പ്രസിദ്ധിന് തന്നെയാണ്. പിന്നെ വിക്കറ്റ് എടുത്തത് സായി കിഷോറും റഷീദ് ഖാനും ഷാരൂഖ് ഖാനും ആണ്. അപ്പോൾ ഇവരെല്ലാവരും എക്സ്പെൻസീവ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. ഇനി GTയുടെ റെസ്പോൺസിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ മത്സരവും ഇതുപോലൊരു ഹൈ സ്കോർ ചേസ് ചെയ്തിട്ടാണ് ഇവർ പരാജയപ്പെട്ടത്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അറിയാം, ഇതുപോലൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ തുടക്കം തൊട്ട് നമ്മളൊരു ആസ്കിംഗ് റേറ്റ് പിടിച്ചു പോയാലും 2-3 ക്വയറ്റ് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ, അല്ല അത് വേണ്ട, 1-2 ക്വയറ്റ് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ റിക്വയർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റീച്ചിന് പുറത്താവും. ഇന്നലെ വന്നപ്പോഴേക്കും ശുഭ്മാൻ ഗില്ലിന് ഈ സീസണിലെ ഒരു ഫോം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. 9 പന്തിൽ 13 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ജോസ് ബട്ട്ലറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റുദർഫോർഡ് ഡക്കിന് പോയി.
സായി സുരേഷൻ ഒരു സൈഡിൽ പിടിച്ചു നിന്നുവെങ്കിലും 3 വിക്കറ്റുകൾ അവർക്ക് ആ പവർ പ്ലേയിൽ തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പവർ പ്ലേയിൽ എടുക്കാൻ കഴിയുന്നത് 35 റൺസ് മാത്രമാണ്. അവിടെ തന്നെ ഒരു 33 റൺസിന്റെ ഒരു ഡിഫറൻസ് വന്നു. അപ്പോഴേക്കും കളി അവർ കൈവിട്ടു. കാരണം ഓൾറെഡി ഇത്രയും വലിയൊരു ചേസിംഗ് ആണ്. അപ്പോൾ പവർ പ്ലേയിൽ തന്നെ ആ ഒരു ഡിഫറൻസ് വന്നതോടെ മത്സരം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നീട് ആ ഒരു മിഡിൽ ഫേസിൽ 90 റൺസ്, അതായത് CSKയോട് ഏകദേശം അടുത്തെത്താൻ നമ്മുടെ ഇവർക്കായി, GTക്കായി. പിന്നീട് അങ്ങോട്ട് എടുത്തു പറയത്തക്ക പെർഫോമൻസ് ഒന്നും ആരും നടത്തിയില്ല. ഇപ്പോൾ സായി സുദർശൻ 28 41 എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ 19, തെവാത്തിയ 14, റഷീദ് ഖാൻ 12, അർഷദ് ഖാൻ 20, അങ്ങനെ വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ ആണ്. ഇതൊന്നും തന്നെ ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ പോയിട്ട് അടുത്തെത്താൻ പോലും ഒരു ഉള്ളതായിരുന്നില്ല ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു ഡെത്ത് ഓവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 22 റൺസാണ് നമ്മുടെ GT എടുത്തത്. അങ്ങനെ വന്നപ്പോഴേക്കും 83 റൺസിന്റെ വളരെ വലിയ പരാജയമാണ് GT നേരിട്ടത്. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവാൾ ബ്രേവിസ് ആണ്. എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു. ആ ഒരു മിഡിൽ ഫേസിലായാലും അത് കഴിഞ്ഞ് ഡെത്ത് ഓവേഴ്സിലായാലും ആ ഒരു മാച്ച് കൺട്രോൾ ചെയ്തു. 23 മുതൽ 57 എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് 247 ആണ്. നമ്മൾ CSKയുടെ കാര്യത്തിൽ പല വീഡിയോകളിലും പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഡെവാൾ ബ്രേവിസ്. അപ്പോൾ ബ്രേവിസ് അടുത്ത സീസണിൽ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മത്സരത്തിലെ കാര്യങ്ങൾ. പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു അവസരമാണ് GTക്ക് നഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ അവർക്ക് ടോപ്പ് 2 സ്പോട്ടിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ നാളെ നടക്കുന്ന മത്സരം, അതായത് RCB LSG മത്സരത്തിൽ LSG വിജയിക്കണം. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കളിക്കുന്ന ടീം എന്തായാലും അവരെക്കാട്ടി മുന്നിലെത്തും. പഞ്ചാബ് ജയിച്ചാൽ പോയിന്റ് വൈസ് മുമ്പിലാവും. ഇനി മുംബൈ ജയിക്കുകയാണെങ്കിൽ നെറ്റ് റൺ റേറ്റ് വൈസ് മുമ്പിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഫലം ഏതായാലും അവരെ കാര്യമായിട്ട് തുണയ്ക്കില്ല. എന്നാൽ നാളത്തെ മത്സരം RCB തോറ്റാൽ 2ാം സ്ഥാനക്കാരായിട്ട് GTക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഒരു ക്വാളിഫയർ 1ലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.